ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 വരായിരിക്കുകയാണ്. അതൊരു സീസൺ 1 ഒരു ചെറിയ റീക്യാപ്പ് നോക്കും. ഇതൊരു ക്വിക്ക് റീക്യാപ്പ് ആയിരിക്കും. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എപ്പിസോഡ് വൈസ് എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഇവന്റ്സിനെ കുറിച്ച് മാത്രമായിരിക്കും ചർച്ച ചെയ്ത് പോകുന്നുണ്ടാവുക. സോ ബേസിക്കലി ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിന്റെ സ്പിൻ ഓഫ് ആയിട്ട് പുറത്തിറങ്ങിയ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് എന്ന സീരീസിന്റെ കഥ നടക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിന് 300 വർഷങ്ങൾക്ക് മുമ്പാണ്. ടാർഗേറിയൻസ് മുഴുവൻ വെസ്റ്ററോസിലേക്ക് വന്ന് അവർ മുഴുവൻ കോൺകർ ചെയ്ത് 7 കിങ്ഡങ്ങളാക്കി തിരിച്ച് അത് കഴിഞ്ഞുള്ള ഒരു 100 വർഷത്തെ ടാർഗേറിയൻ റൂൾ. അതിനുശേഷമാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ഈ ഒരു ഇവന്റ് തന്നെ തുടങ്ങുന്നത്. സോ ഈ സീരീസിന്റെ ഇവന്റ് നടക്കുന്നതിന് ഒരു 100-130 വർഷം മുതലേ ടാർഗേറിയൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അവരുടെ കോൺകറിങ് നടത്തി. അതിൽ പ്രധാനപ്പെട്ട എയ്ഗോൺ ദി കോൺകറർ എന്ന ആദ്യത്തെ ടാർഗേറിയനായിരുന്നു വെസ്റ്ററോസ് മുഴുവൻ കീഴടക്കിയത്. അതിനുശേഷം ഒരുപാട് പേര് ഈ അയൺ ത്രോണിൽ ഇരുന്ന് പോയിട്ടുണ്ട്. എയ്ഗോണിന്റെ കോൺക്വസ്റ്റിന് 103 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വലിയ ഗ്രേറ്റ് കൗൺസിൽ കാണിച്ചുകൊണ്ടായിരുന്നു ഈ സീരീസ് തുടങ്ങിയത് തന്നെ. അന്നത്തെ രാജാവായിരുന്നു ജഹേരിസ് ടാർഗേറിയന്റെ അടുത്ത എയർ ആരെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഗ്രേറ്റ് കൗൺസിൽ തന്നെ കൂടിയത്. ജഹേരിസ് ടാർഗേറിയന് 2 മക്കളുണ്ടായിരുന്നു, എയ്മൺ ടാർഗേറിയനും ബെയ്ലോൺ ടാർഗേറിയനും. എയ്മൺ ആയിരുന്നു ശരിക്കും തൊട്ടടുത്ത രാജാവ് ആവേണ്ട ക്യാരക്ടർ. എയ്മന്റെ മരണശേഷം അടുത്തത് ആര് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കൗൺസിൽ മീറ്റിംഗ് കൂടിയത്. എയ്മന്റെ മകളായിരുന്നു റെയ്നിസ്, ബെയ്ലോന്റെ മകനാണ് വിസേരിസ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് എയ്മന്റെ മകളായ റെയ്നിസ് ആണ് തൊട്ടടുത്ത കിരീടാവകാശി. പക്ഷേ ടാർഗേറിയൻ ഹിസ്റ്ററിയിൽ ഇതുവരെയും ഒരു സ്ത്രീ പോലും രാജ്ഞിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് കൗൺസിലുള്ള എല്ലാവരും കൂടി മീറ്റിംഗ് കൂടി വിസേരിസിനെ അടുത്ത രാജാവാക്കി. ഇത് കേട്ട് അവിടെ മുതലേ പൊളിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ റെയ്നിസ് ടാർഗേറിയൻ. തനിക്ക് കിട്ടേണ്ട കിരീടാവകാശം അവിടെ നഷ്ടമായി. അവിടെ മുതലേ ഇനി വരാനിരിക്കുന്ന വലിയ ഏതോ കാര്യങ്ങൾക്കുള്ള തിരി കൊളുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. റെയ്നിസിന്റെ ഹസ്ബൻഡ് ആയിരുന്നു കോർലിസ് വലേറിയൻ. വെസ്റ്ററോസിൽ അന്നുണ്ടായിരുന്ന ടാർഗേറിയൻ ഫാമിലി പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു വലേറിയൻ ഫാമിലി. വലേറിയയിൽ അതിന്റെ ഡൂമിന് മുമ്പ് താമസിച്ച ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് കൂടിയായിരുന്നു ഹൗസ് വലേറിയൻ. ഹൗസ് വലേറിയന്റെ ഇപ്പോഴത്തെ ഹെഡായ കോർലിസ് വലേറിയൻ ആണ് റെയ്നിസിന്റെ ഹസ്ബൻഡ്. കോർലിസിന് ഒരു ബ്രദർ കൂടിയുണ്ട്, വെയ്മൺ വലേറിയൻ. കോർലിസിനും റെയ്നിസിനും 2 മക്കളാണുള്ളത്, ലെയ്നാർ ആൻഡ് ലൈന. അങ്ങനെ വിസേരിസ് ടാർഗേറിയൻ രാജാവായി. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു എയ്മ ആരിൻ. ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന മകളാണ് റെയ്നേറിയ ടാർഗേറിയൻ. ദെൻ വിസേരിസിന്റെ ബ്രദർ ആണ് ഡെയ്മൺ ടാർഗേറിയൻ. അദ്ദേഹത്തിന്റെ വൈഫാണ് റിയ റോയ്സ്. സോ പ്രൊലോഗിന് ശേഷമുള്ള ആദ്യ എപ്പിസോഡിൽ വിസേരിസ് ടാർഗേറിയന്റെ ഭരണമായിരുന്നു മുഴുവനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ ഒട്ടനവധി ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കൂടി ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു ആദ്യ എപ്പിസോഡ്. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും പറയാൻ നിന്ന് അവിടെ സമയം തീരില്ല. അതിൽ തന്നെയും വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സിന് മാത്രമായിരിക്കും നമ്മളോട് ചർച്ച ചെയ്തു പോവുക. അതിൽ തന്നെയും ഏറെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഹാൻഡ് ഓഫ് ദി കിങ് ആയ ഓട്ടോ ഹൈറ്റവർ. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, എലിസൺ ഹൈറ്റവർ. ഈ എലിസനും റെനേറിയും ഏകദേശം സമപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ വിസേരിസ് ടാർഗേറിയന് റെനേറി മാത്രമേ ഇതുവരെ മകളായിട്ടുള്ളൂ. ഒരു മകൻ പോലും ഇതുവരെ ജനിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു മകൻ ജനിക്കാനിരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ടൂർണമെന്റ് കാണിച്ചുകൊണ്ടായിരുന്നു ഈ എപ്പിസോഡിന്റെ തുടക്ക ഭാഗം. സോ ആ ഒരു ടൂർണമെന്റിൽ വെച്ചാണ് കിങ്സ് ഗാർഡിന്റെ അടുത്ത കണ്ടന്റേഴ്സിനൊക്കെ പരിചയപ്പെടുത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു ക്രിസ്ത്യൻ കോൾ. അതിനുശേഷം വിസേരിസിന്റെ ഭാര്യയായ എയ്മ ചൈൽഡ് ബർത്ത് നൽകുന്നു. പക്ഷെ ചൈൽഡ് ബർത്തിൽ തന്നെ എയ്മയും മകനും മരിക്കുന്നു. ഇതോടെ വിസേരിസ് ടാർഗേറിയൻ ഫുൾ സങ്കടത്തിലായി. പക്ഷെ ഈ സമയം അവിടെ സന്തോഷിച്ച ഒരേ ഒരാളേ ഉള്ളൂ, ഡെയ്മൺ ടാർഗേറിയൻ. കാരണം വിസേരിസിന്റെ അനിയനായ ഡെയ്മൺ ആ ഒരു കുട്ടി കൂടി മരിച്ചതോടെ അടുത്ത കിരീടാവകാശം തനിക്ക് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിൽ ആഹ്ലാദിച്ച് വായി തോന്നിയതൊക്കെ പറഞ്ഞു അവസാനം കുട്ടീനടക്കം വെച്ച് പറഞ്ഞു ഒരു ദിവസത്തിന്റെ രാജാവായ കുട്ടി എന്ന് പറഞ്ഞ ആ കുട്ടീനടക്കം കളിയാക്കി. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയോ വിസേരിസ് ടാർഗേറിയൻ അന്ന് തന്നെ കേട്ടു. അപ്പൊ തന്നെ ഡെയ്മനെ കൊട്ടാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഡെയ്മൺ ആണെങ്കിൽ തന്നെ ഡ്രാഗനെ എടുത്ത് നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വിട്ടു. ഈ ഡ്രാഗൺസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ ഓൾറെഡി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരേ സിമിലർ ആയിട്ടുള്ള പേരുള്ളത്. ഇതിന്റെ ഇടയിൽ കൂടെ ഡ്രാഗൺസിന്റെ കാര്യം കൂടി പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഡ്രാഗൺസിനെ പറ്റിയും ഡ്രാഗൺ റൈഡേഴ്സിനെ പറ്റിയും കറന്റ്ലി ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ ഡ്രാഗൺസിനെ പറ്റി തൊട്ടടുത്ത് തന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അങ്ങനെ ഡെയ്മൺ പോയതിനു ശേഷം വിസേരിസ് ടാർഗേറിയൻ തന്റെ മകളായ റെനേറിയെ അടുത്ത എയർ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്താണ് വിസേരിസ് തന്റെ മനസ്സ് തുറക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം റെനേറിയെ എയർ ആയിട്ട് പ്രഖ്യാപിക്കാതെ തഴഞ്ഞു നിർത്തിയത് എന്നുള്ളത്. കാരണം വിസേരിസിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം എയ്ഗോന്റെ ഡ്രീം ആണ്, ദി സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന പ്രോഫസി. ഇവിടെ ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസും ഹൗസ് ഓഫ് ഡ്രാഗണും കൂടി ടൈപ്പ് ആയ നിമിഷം. കാരണം ഡൂം ഓഫ് വലേറിയയ്ക്ക് ശേഷം വലേറിയയിൽ നിന്ന് വന്നിട്ടുള്ള ടാർഗേറിയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒന്നായ വെസ്റ്ററോസ് മുഴുവൻ കീഴടക്കിയ എയ്ഗോൺ ടാർഗേറിയന് ഒരു പ്രോഫസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ വിന്റർ വരും, അതോടെ മനുഷ്യരാശി തന്നെ മുഴുവനായിട്ട് ഇല്ലാതാവും. അത് തടയാൻ ടാർഗേറിയൻസിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതായിരുന്നു സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന പ്രോഫസി. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ട വൈറ്റ് വർക്കേഴ്സ് വിന്റർഫെല്ലിൽ വന്ന് അറ്റാക്ക് ചെയ്ത ആ ഒരു ഇൻസിഡന്റ്, അവിടെ യൂസ് ചെയ്ത ഡാഗർ അടക്കം കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രോഫസി വിസേരിസ് റെനേറിയോട് പറഞ്ഞത്. ഈ എപ്പിസോഡിലെ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് കൂടിയായിരുന്നു അത്. സോ വിസേരിസിന്റെയും എയ്ഗോന്റെ ഒക്കെ കാഴ്ചപ്പാട് അനുസരിച്ച് ഈ വൈറ്റ് വർക്കേഴ്സ് നശിപ്പിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് അയൺ ത്രോണിൽ ഇരിക്കേണ്ടത് ഒരു ടാർഗേറിയൻ തന്നെ ആവണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ഇവർ
കടുംപിടുത്തം പിടിച്ചത്. സോ ഇപ്പൊ ആ രഹസ്യം റെനേറിലേക്കും പാസ് ചെയ്തു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. റെനേറയ്ക്ക് തന്റെ കിങ്സ് ഗാർഡിനെ തിരഞ്ഞെടുക്കണം. റെനേർ തിരഞ്ഞെടുത്തതാവട്ടെ ക്രിസ്റ്റ്യൻ കോളിനെ. പിന്നെ രാജാവ് വിസേരിസ് ടാർഗെറിയൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു കാര്യം കണ്ടു. ഓട്ടോ ഹൈടവർ ഉള്ളിക്കോട്ടെ തിരികെ. അങ്ങനെ വിസേരിസിന് അടുത്ത ഭാര്യയെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവരും സജസ്റ്റ് ചെയ്ത് 12 വയസ്സുള്ള ലെയ്ന വലേറിയനായിരുന്നു. സോ വലേറിയൻ ഫാമിലിയും ടാർഗറിയൻ ഫാമിലിയും കൂടി ഒന്നിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ അവർ നടത്തിയത്. കാരണം ഈ ലെയ്ന റെയ്നിസിന്റെയും കോർലിസിന്റെയും മകളാണ്. പക്ഷെ വിസേരിസ് തിരഞ്ഞെടുത്താവട്ടെ ഓട്ടോ ഹൈടവറിന്റെ മകളായ അലിസൺ ഹൈടവറിനെ. പിന്നീട് 3-ാമത്തെ എപ്പിസോഡിൽ 3 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണ് കാണിച്ചത്. അലിസന്റും വിസേരിസും കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കിട്ട പേരാണ് എയ്ഗോൺ. ഈ എയ്ഗോണിന്റെ പേര് എയ്ഗോൺ ഫസ്റ്റ് എന്നല്ല, എയ്ഗോൺ സെക്കൻഡ് ടാർഗേറിയൻ. സോ ആ കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ പാർട്ടി കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് തുടങ്ങി തന്നെ. ആ പാർട്ടിക്കിടയിൽ ക്രിസ്റ്റ്യൻ കോളും റെനേറിയും തമ്മിൽ കൂടുതൽ എളുപ്പത്തിലാവും. ഇതിന്റെ അക്കടയിലെ സ്റ്റെപ്പ് സ്റ്റോൺസിൽ ക്രാഫ്റ്റ് ഫീഡർ എന്ന് പറയുന്ന പുതിയൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ ബാറ്റിൽ അവിടെ നടന്നിരുന്നു. വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ 3-ാമത്തെ എപ്പിസോഡിന്റെ അവസാനമാണ് ഡെയ്മൺ ടാർഗറിയൻ വൻ ഷോ ഓഫ് കാണിച്ചിട്ട് ക്രാഫ്റ്റ് ഫീഡറിനെ ഒന്ന് കൊലവിളിച്ചത്. അവിടെ വെച്ചൊരു കിടിലും ബാറ്റിലും. പിന്നെ മാസങ്ങൾക്ക് ശേഷം കിങ്സ് ലാൻഡിംഗിൽ നിന്നും അന്നേ ചവിട്ടി പുറത്താക്കപ്പെട്ട ഡെയ്മൺ ടാർഗറിയൻ സ്റ്റെപ്പ് സ്റ്റോൺസ് പിടിച്ചെടുക്കി കഴിഞ്ഞപ്പോ തിരികെ കിങ്സ് ലാൻഡിംഗിലേക്ക് വന്ന് രാജാവിന് മുമ്പിൽ മുട്ടുമടക്കി. പക്ഷെ രാത്രി ആയപ്പോ റെനേറിയനും കൂട്ടി ഒരു ബ്രോത്തലിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ വെച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും ഓട്ടോ ഹൈടവറിനെ കുറച്ച് സ്പൈസ് ഇത് കണ്ട് ഇത് വന്ന് നേരെ ഓട്ടോനെ അറിയിക്കുകയും ഓട്ടോ ഇത് വിസേരിസിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഡെയ്മണെ പിന്നീട് കിങ്സ് ലാൻഡിംഗിന് ചവിട്ടി പുറത്താക്കി. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്ന് വിസേരിസിന്റെ ചോദ്യത്തിന് റെനേറി അതിനെ ഡിനേ ചെയ്തു. എലിസന്റ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഓട്ടോ ഹൈടവറിനെയും പണിയും പോയി. ആൾക്കുണ്ടായിരുന്ന ഹാൻഡ് ഓഫ് ദി കിങ് എന്ന പദവിയും മാറ്റി. ഇതിനുശേഷം ആ ഒരു എപ്പിസോഡിൽ നടന്ന വലിയ സംഭവങ്ങളിൽ ഒന്ന് റെനേറിയുടെ വെഡിങ് ആയിരുന്നു. റെനേറിയ വലേറിയൻ ഫാമിലിയിലെ ലെയ്നോർ വലേറിയനെ കല്യാണം കഴിച്ചു. പിന്നീട് 5-ാമത്തെ എപ്പിസോഡിൽ ഡെയ്മൺ ടാർഗറിയൻ തന്റെ വൈഫായിരുന്ന റെയ റൈവ്സിനെ മർഡർ ചെയ്യാണ്. എന്നിട്ട് ഡെയ്മൺ വലേറിയൻ ഫാമിലിയിലെ ലെയ്ന വലേറിയനെ വിവാഹം കഴിച്ചു. ഇതേസമയം റെനേറിയുടെ വെഡിങ് ആവട്ടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം ലെയ്നോർ ഒരു ഗേ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലവർ ആയിരുന്നു ജോഫ്രി ലോൺമോത്ത്. സോ അങ്ങനെ അവരുടെ വെഡിങ് നൈറ്റിൽ ഉണ്ടായിരുന്ന ചെറിയൊരു കശവിശയിൽ ക്രിസ്റ്റ്യൻ കോള് ലെയ്നോറിന്റെ ബോയ് ഫ്രണ്ട് ആയ ജോഫ്രിയെ മർഡർ ചെയ്തു. ഈ വെഡിങ്ങിൽ വെച്ച് തന്നെയായിരുന്നു എലിസന്റ് ആദ്യമായിട്ട് ഗ്രീൻ ഡ്രസ് ഇട്ട് എല്ലാവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്തതും. പിന്നീട് 6-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ കാസ്റ്റ് ചേഞ്ച് അവിടെ ഉണ്ടായി. ഈ സമയത്തിനുള്ളിൽ റെനേറിക്കും ലെയ്നോറിനും 3 മക്കളുണ്ടായി, ജസേരിസ്, ലുസേരിസ് ആൻഡ് ജോഫ്രി. പക്ഷെ ഈ 3ഉം ലെയ്നോറിന്റെ ആയിരുന്നില്ല, അത് ഹാർവിന്റെ ആയിരുന്നു. ഈ ടാർഗറിയൻസിന്റെ ഒക്കെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അഫയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഞാൻ കയറുന്നില്ല. പിന്നെ ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഹാർവിന്റെ മരണം. ഇതേ സമയത്ത് തന്നെ ഡെയ്മണും ലെയ്നയും കൂടി വിവാഹത്തിലാവും. അവർക്ക് 2 മക്കൾ ജനിക്കും, ബെയിലിയും റെയ്നയും. ഇവർക്ക് ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഡ്രാഗൺ ആണ് വാഗാർ, നമ്മുടെ ലൈന റൈഡ് ചെയ്യുന്ന ഡ്രാഗൺ. അതിനെപ്പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം സീരീസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഡ്രാഗൺ ഒന്നും കൂടിയാണ് വാഗാർ. കാരണം ലൈനയുടെ അടുത്ത ചൈൽഡ് ബർത്തിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കോംപ്ലിക്കേഷൻ കാരണം കുട്ടിയും താനും മരിക്കുന്ന സിറ്റുവേഷൻ കണ്ടതോടുകൂടി ലൈന വാഗാറിന് മുമ്പിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യാണ്. ഒരു ഡ്രാഗൺ റൈഡർ ഡെത്ത് എന്ന നിലയ്ക്കാണ് തന്റെ ഡ്രാഗണിന്റെ മുമ്പിൽ വെച്ച് തന്നെ ലൈന സൂയിസൈഡ് ചെയ്യുന്നത്. ദെൻ ലൈനയുടെ ഫ്യൂണറൽ കാണിച്ചുകൊണ്ടാണ് അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത്. അതിനിടയിൽ എലിസന്റിനും വിസേരിസിനും പിന്നീട് 2 മക്കൾ ജനിച്ചിരുന്നു. ഇവരുടെ കൂടി കാര്യത്തിൽ പറഞ്ഞു തീരൂ. കാരണം ഇനി അങ്ങോട്ട് ഫുൾ ഈ പിള്ളേരുടെ കളിയാണ്. സോ എലിസന്റിനും വിസേരിസിനും ഉണ്ടായ മൂത്ത മകനാണ് എയ്ഗോൺ 2 ടാർഗറിയൻ. ഇത് കൂടാതെ ഹെലേന ടാർഗറിയൻ, ദെൻ എയ്മൺ ടാർഗറിയൻ എന്നിങ്ങനെ 2 മക്കൾ കൂടി ജനിച്ചിരുന്നു. പിന്നീടുള്ള 7-ാമത്തെ എപ്പിസോഡിൽ ഡ്രിഫ്റ്റ് മാർക്കിൽ വെച്ചിട്ടുള്ള ലൈനയുടെ ഫ്യൂണറലാണ് കാണിച്ചിരുന്നത്. അന്നേ ദിവസം രാത്രി തന്നെ വാഗാറിനെ അന്വേഷിച്ച് എയ്മൺ എത്തും. കാരണം ഇപ്പൊ വാഗാർ ഒരു റൈഡർലെസ് ഡ്രാഗൺ ആണ്. കാരണം വാഗാറിനെ ഇതുവരെയും റൈഡ് ചെയ്തുകൊണ്ടിരുന്ന ലൈന മരിച്ചു. സോ ഈ ഒരു സന്ദർഭം മുതലെടുക്കാൻ വേണ്ടി എയ്മൺ ടാർഗറിയൻ വാഗാറിനെ ക്ലെയിം ചെയ്യാണ്. അതൊരു കിടില സീനായിരുന്നു. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ മാത്ത് ആയിട്ട് ഈ കാര്യം അവിടെയുള്ള ബാക്കി പിള്ളേർ കാണും. അവർ തമ്മിൽ അടിയാവും. അങ്ങനെ നടക്കുന്ന ഉന്തുന്നള്ളിനിടയിൽ ലുസേരിസ് ടാർഗറിയൻ എയ്മന്റെ ഒരു കണ്ണ് തകർക്കും. ഈ കാര്യം ഇവരുടെ അമ്മമാരെ ഏറ്റെടുക്കും. പിന്നെ അവർ തമ്മിൽ അടിയാവും. ഇന്റേണൽ കോൺഫ്ലിക്ട് ഇതോടുകൂടി തുടങ്ങും. പിന്നീട് ഡെയ്മണ്ടും റെനേറിയും കൂടി പവർ കിട്ടാൻ വേണ്ടി പല കളികളും കളിക്കും. അതിലെ പ്രധാനപ്പെട്ട കളികളിൽ ഒന്നാണ് ലൈനോറിന്റെ മരണം ഫേക്ക് ചെയ്യുക. കാരണം ഇപ്പോ റെനേറി ടാർഗറിയന്റെ ഹസ്ബൻഡ് ആണ് ലൈനോർ വലേറിയൻ. പക്ഷെ ഈ ലൈനോറിന് ഇപ്പോഴും വേറൊരു ലവർ ഉണ്ട്, കാൾ. സോ ഈ കാൾ, ലൈനോറും ഡെയ്മണും എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ലൈനോറിന്റെ ഡെത്ത് ഫേക്ക് ചെയ്യും. അങ്ങനെ ലൈനോർ എന്ന ക്യാരക്ടർ വെസ്റ്ററോസിൽ നിന്നും കടൽ കടന്ന് പോവാണ്. സോ ഇപ്പോ ഡെയ്മൺ ടാർഗറിന് വൈഫില്ല, റെനേറി ടാർഗറിന് ഹസ്ബൻഡും ഇല്ല. സോ ഇവർ 2 പേരും കൂടി കല്യാണം കഴിക്കും. ആ ഒരു ടോട്ടൽ കൺട്രോൾ ഓഫ് ദി പവർ കിട്ടാൻ വേണ്ടി. നമുക്ക് ഓൾറെഡി അറിയാം ടാർഗറിയൻസിനിടയിൽ ഇൻസെസ്റ്റ് എന്ന കസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിബ്ലിംഗ്സിനിടയിൽ തന്നെ കല്യാണം കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ടാർഗറിയൻ മാരേജ് തന്നെയായിരുന്നു അവർ ചെയ്തത്. ഇപ്പോ ഇവർക്ക് മൊത്തം 5 മക്കളുണ്ട്. റെനേറിയുടെ 3 എണ്ണം, ലൈനോറിന്റെ 2 എണ്ണം. പിന്നീട് 8-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. വിസേരിസിന്റെ മരണമായിരുന്നു ആ ഒരു എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു വലിയൊരു ഫാമിലി ഗാദറിംഗ് അദ്ദേഹം നടത്തിയിരുന്നു. സോ സെപ്പറേറ്റ് ആയിട്ട് ഡ്രാഗൺ സ്റ്റോണിൽ മാത്രം താമസിച്ചുകൊണ്ടിരുന്ന റെനേറി ടാർഗറിയൻ രാജാവിന്റെ പ്രത്യേക ക്ഷണം കാരണം കിങ്സ് ലാൻഡിംഗിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഈ 2 ഫാമിലീസ് തമ്മിലുള്ള ഇന്റർണൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് മരണക്കിടക്കയിൽ കിടക്കുന്ന വിസേരിസ് ടാർഗറിയൻ റെനേറി ആണെന്ന് തെറ്റിദ്ധരിച്ച് അലിസന്റിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എയ്ഗോണിന്റെ ഡ്രീം. സോ പണ്ട് റെനേറിയോട് പറഞ്ഞ ആ ഒരു പ്രോഫസി അത് തന്നെയാണ് പിന്നീടും വിസേരിസ് പറഞ്ഞതെങ്കിൽ എലിസന്റ് തെറ്റിദ്ധരിച്ച് തന്നെ
തന്റെ മകനായ ഏഗോൺ ആണ് രാജാവ്, അദ്ദേഹത്തെ പറ്റിയാണ് വിസേരിസ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് വിസേരിസിന്റെ അവസാന വാക്കുകൾ അലിസന്റ് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പിന്നെ തൊട്ടടുത്ത 9ാമത്തെ എപ്പിസോഡിൽ വിസേരിസിന്റെ മരണശേഷം നടത്തുന്ന ഒരു പ്രത്യേക സ്മോൾ കൗൺസിൽ കാണിച്ചുകൊണ്ടായിരുന്നു. സോ ഈ ഒരു ഡാൻസ് ഓഫ് ഡ്രാഗൺ എന്ന ഇവന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് ആ രാത്രി. സോ വിസേരിസ് മരിച്ച ആ രാത്രി നടക്കുന്ന ആ ഒരു സ്മോൾ കൗൺസിലിൽ ഇവരെല്ലാവരും കൂടി തീരുമാനം എടുത്തു ഏഗോണിനെ രാജാവാക്കുക എന്നുള്ളത്. അതും റെനേറെ അറിയുന്നതിന് മുമ്പ് തന്നെ ഇതിനെ എതിർത്ത സ്മോൾ കൗൺസിൽ മെമ്പേഴ്സിനെ ഇവർ അപ്പം തന്നെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഏഗോണിന്റെ കൊറോണേഷൻ ആയിരുന്നു ഡ്രാഗൺ പിറ്റിൽ വെച്ച്. ആ സമയം അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന റെയ്നിസ് ടാർഗേറിയൻ ഏഗോണിന്റെ കോൺക്വസ്റ്റ് സമയത്ത് ഡ്രാഗൺ പിറ്റിന് തൊട്ടടിയിൽ നിന്നും തന്റെ ഡ്രാഗണുമായിട്ട് ഒരു മാസ് എൻട്രിയൊക്കെ നടന്ന് പറന്നു പോയിരുന്നു. വേണമെങ്കിൽ റെയ്നിസിന് ആ സ്പോട്ടിൽ തീർക്കായിരുന്നു എല്ലാ പരിപാടിയും. പക്ഷെ റെയ്നിസ് പലതും മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ തീർക്കാതെ കയ്യിന്ന് പോയതെല്ലാം ഫുൾ റിവെഞ്ചോടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്യാതെ തന്റെ ഡ്രാഗണുമായിട്ട് രക്ഷപ്പെടുകയാണ്. പിന്നീട് 10ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോഴേക്കും ഡ്രാഗൺ സ്റ്റോണിലേക്ക് ഈ വിവരം എത്തിക്കഴിഞ്ഞു. ഏഗോണെ രാജാവാക്കി, വിസേരിസ് മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അപ്പം മുതലേ ആ കിങ്ഡം രണ്ടായിട്ട് തന്നെ വിഭജിച്ചു, ബ്ലാക്സ് വേഴ്സസ് ഗ്രീൻസ്. സോ റെനേറെ സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവൻ ബ്ലാക്സ് എന്നും എലിസന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവൻ ഗ്രീൻസ് എന്നും അറിയപ്പെട്ടു. ഇനി അങ്ങോട്ടാണ് ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന ഒരു വലിയ യുദ്ധം തന്നെ നടക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഈ രണ്ട് ഫാമിലീസും തങ്ങളുടെ കൂടെ നിൽക്കാനുള്ള അലൈസിനെ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങി. അതിൽ തന്നെ വെസ്റ്ററോസിലെ വളരെ പ്രധാനപ്പെട്ട ഫാമിലീസിൽ ഒന്നായിരുന്നു സ്റ്റോംസെന്റിലുള്ള ബരാത്തിയോൺ ഫാമിലി. സോ ബരാത്തിയോൺ ഫാമിലീസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി റെനേറിയ തന്റെ മകനായ ലുസേരിസിനെ സ്റ്റോംസെന്റിലേക്ക് അയച്ചു. സ്റ്റോംസെന്റ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ബാരൻ ബരാത്തിയൻ ആയിരുന്നു. പക്ഷെ സ്റ്റോംസെന്റിലേക്ക് ലുസേരിസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി എയ്മണ്ട് അവിടെ എത്തിയിരുന്നു. ലുസേരിസ് എത്തുന്നതിന് മുമ്പ് തന്നെ എയ്മണ്ട് ബരാത്തിയോൺസിനൊക്കെ കൺവിൻസ് ചെയ്ത് വെച്ചിരുന്നു. സോ ബരാത്തിയോൺസ് ഗ്രീൻസിന്റെ കൂടെ മാത്രമായിരിക്കും നിൽക്കുക എന്ന് മനസ്സിലായ ഉടൻ തന്നെ ലുസേരിസ് തിരിച്ചു പറഞ്ഞെങ്കിലും എയ്മണ്ടും ലുസേരിസ് തമ്മിൽ പഴയ ഒരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ തന്റെ കണ്ണ് കളഞ്ഞ വ്യക്തി കൂടിയാണ് ലുസേരിസ്. സോ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിടാ എന്ന രീതിയിൽ അങ്ങ് തിരിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. പിന്നീട് ഒരു വലിയ ഡ്രാഗൺ ചേസ് തന്നെയാണ് നമ്മൾ കണ്ടത്. എയ്മണ്ട് വാഗാറിന് പുറത്തും ലുസേരിസ് തന്റെ ചെറിയ ഡ്രാഗണായ അറാക്സിന്റെ പുറത്തുമായിരുന്നു. ഈ വാഗാറും അറാക്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ലുസേരിസിന്റെ അത്ര തന്നെ പ്രായമുള്ള ചെറിയൊരു ഡ്രാഗൺ ആണ് അറാക്സ് എങ്കിൽ ഏകദേശം ഒരു 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഡ്രാഗൺ ആയിരുന്നു വാഗാർ. അങ്ങനെ ആ ചേസിന്റെ ഒരു പോയിന്റിൽ എയ്മണ്ടിന്റെ കൺട്രോൾ വിട്ടു വാഗാർ അറാക്സിനെയും ലുസേരിസിനെയും ഒരുമിച്ച് കൊല്ലുകയാണ്. ഈ വിവരം വെസ്റ്ററോസ് മുഴുവൻ പരക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ 10ാമത്തെ എപ്പിസോഡ് തീർന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സീസണുകളിലും ഈ യുദ്ധങ്ങൾ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുക. ഈ സീസണിൽ നമ്മൾ കണ്ട പോലെയുള്ള ടൈം ജമ്പുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാസ്റ്റ് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. സീസൺ 2 കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. സോ ഈ ഒരു റീക്യാപ്പ് ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനുള്ള സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓരോരോ എപ്പിസോഡിന്റെ വെച്ച്. സോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കൂടാതെ ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാതെ വിട്ട ഡ്രാഗൺസിനെ പറ്റിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.